കേരളത്തിലെ ഏറ്റവും വലിയ സിന്തറ്റിക് മയക്കുമരുന്ന് വേട്ട. പന്തീരങ്കാവ് ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് വെച്ച് 3.5 കിലോ MDMA ലഹരി സംഘം വലയിലായത് കഴിഞ്ഞ ഏപ്രിൽ 23-നായിരുന്നു. ഈ കേസിൽ 9 പേരെ കൂടെ എക്സൈസ് അറസ്റ്റ് ചെയ്തതോടെ രാജ്യത്ത് തന്നെ മയക്കുമരുന്ന് ഡോണുകളായി വളരുകയായിരുന്ന ലഹരി സംഘത്തിൻ്റെ അടിവേര് തന്നെയാണ് അവർക്ക് പിഴുതെടുക്കാനായത്. നൈജീരിയൻ സ്വദേശി അടക്കമുള്ളവരാണ് പിടിയിലായത്. റീറ്റെയിൽ വരുമ്പോൾ ഇതൊരു 3 കോടി മുതൽ 10 കോടി വരെ പോവാം. റീറ്റെയിൽ വിൽപ്പന ഈ 3 kgക്ക് 3 കോടി മുതൽ 10 കോടി വരെ പോവാം. ഇത് ലോക്കലല്ല, ക്വാളിറ്റി സാധനമാണ്. അന്വേഷണം നടക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവരും തന്നെ അന്വേഷണ ടീമിൽ ഈ 4 മാസമായിട്ട് സജീവമായിട്ട് മറ്റ് ജോലികളൊന്നും ചെയ്യാണ്ട് ഇതിനകത്ത് സജീവമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ മറ്റ് ഏജൻസികളുടെ സഹായം, നമുക്ക് പോലീസിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ NCBൻ്റെ ആണെങ്കിലും ഒക്കെ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നു. കഴിഞ്ഞ കുറേ കാലമായി ലഹരി സംഘങ്ങളുടെ പ്രിയപ്പെട്ട കേന്ദ്രമായി കോഴിക്കോട് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് തുടർച്ചയായുള്ള ലഹരിക്കൊലകൾ. ലഹരിമൂത്ത് സ്വബോധം നഷ്ടപ്പെട്ട് നടുറോഡിൽ പോലും നടക്കുന്ന കൊലപാതക വാർത്തകൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് കോഴിക്കോട്. കഴിഞ്ഞ 2 മാസത്തിനിടെ മാത്രം ഇത്തരത്തിലുള്ള 3 കൊലപാതകങ്ങളാണ് കോഴിക്കോട് നടന്നത്. ഇതിൽ ഒടുവിലത്തേതാണ് വെള്ളിപറമ്പ് സ്വദേശിയായ സജീന്ദ്രൻ്റെ കൊലപാതകം. 29 വയസ്സുകാരനായ മകൻ അഭിറാം അമ്മയെ ആക്രമിക്കുന്നത് തടയാനെത്തിയതാണ് സജീന്ദ്രൻ. പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടത് സജീന്ദ്രനായിരുന്നു. മകൻ അഭിറാമിൻ്റെ വടികൊണ്ടുള്ള അടികേറ്റ് തൽക്ഷണമാണ് ആ പിതാവ് മരണത്തിന് കീഴടങ്ങിയത്. സ്ഥിരം പ്രശ്നക്കാരനായ അഭിറാമിനെ പലതവണ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയെങ്കിലും വീണ്ടും തിരിച്ചെത്തി ലഹരിക്കടിമപ്പെടുകയായിരുന്നു. 12-ന് ശേഷമാണ് അവൻ വന്നത് ഇവിടെ വീട്ടിൽ. അതിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങളാണത്. ഇനി അനിയനെയും ഒക്കെ അടിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇവൻ ഇടപെട്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ജൂലൈ 19-നാണ് കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിന് പുറകുവശത്തെ ഒറ്റമുറി വീട്ടിൽ വെച്ച് ബിജു എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നത്. ചോരയിൽ കുളിച്ചിരിക്കുന്ന മൃതദേഹത്തിൽ 45 മുറിവുകളാണ് ഉണ്ടായത്. ഈ കേസിലും പിടിക്കപ്പെട്ടത് ലഹരിക്കടിമയായ 21 വയസ്സുകാരനായ ചെറുപ്പക്കാരനാണ്. എൻ്റെ ഏട്ടനെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താ പറയുക, ഇവൻ വേറെയും 3-4 ആൾക്കാരെ കരുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഏട്ടൻ ആദ്യം ചെയ്താലേ ബാക്കിയുള്ളവരെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ബാക്കിയുള്ളവരെ ഫസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഏട്ടൻ തന്നെ അവന് ചെയ്യുന്നു. അവന് നല്ല ഉറപ്പാണ്. കാരണം എൻ്റെ ഏട്ടൻ ഒന്നിനും ഇതില്ലാത്ത ആളല്ല. മനസ്സിലായില്ലേ? പ്രശ്നമൊന്നുമില്ല. ഇവന് കുറച്ച് ദിവസം മുന്നേ അവൻ്റെ വീട്ടിൻ്റെ അവിടെ ഉള്ള ഒരാളെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവന് കുറച്ച് ദിവസം ഇങ്ങനെ ഇവിടെ കസബയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുതിരവട്ടത്തിൻ്റെ അവിടെയോ. അപ്പോൾ അത് എൻ്റെ ഏട്ടനും കൂടി ഇവൻ്റെ കൂടെ പോയി എന്നുള്ള ദേഷ്യം. അവന് ആരും നല്ലത്, അവന് ചോദിക്കുമ്പോൾ പൈസ കൊടുക്കുന്നവരൊക്കെ നല്ലത്. അവനോട് അല്ലാതെ എതിർത്ത് പറയുന്നവരുണ്ടാവില്ല. എന്തിനാ ദീപക്കെ നീ ഇങ്ങനെ ചെയ്യുന്നത്, നിനക്ക് നന്നായി കൂടെ, പണിക്ക് പോയിക്കൂടെ, അങ്ങനെ പറയുന്നവനൊരു എതിരിയാണ്. കേസിൽ അറസ്റ്റിലായ ദീപക് എന്ന യുവാവിനെ ലഹരി വിമുക്ത കേന്ദ്രത്തിലാക്കിയതിലുള്ള വൈരാഗ്യമാണ് അന്ന് കത്തിയെടുത്തു വന്ന് ബിജുവിനു നേരെ ഈ ചെറുപ്പക്കാരൻ തീർത്തത്. പ്രതി പ്രത്യേക വയലൻസിൻ്റെ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. വയലൻസ് ഉണ്ടായിട്ട് ചില കുടുംബാംഗങ്ങളോടും അയൽവാസികളോടും മറ്റുള്ളവരോടൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഇയാളെ മാനസിക ചികിത്സയ്ക്ക് കൊണ്ടുപോയാൻ ബിജുവിൻ്റെ സഹായം ഉണ്ടായിരുന്നു. അതിൽ ബിജു അക്കാര്യത്തിൽ മുൻകൈയെടുത്തു എന്നതൊരു വൈരാഗ്യം ഉണ്ടായിരുന്നു. വീണ്ടും ബിജു ഇത്തരം പ്രവൃത്തി, ഒരു വയലൻസ് ഇയാൾ കാണിക്കുന്നത് ബിജു വീണ്ടും അങ്ങനെ ഒരു സജഷൻ കൊടുത്തു എന്ന് ബിജുവിനോട് നല്ലൊരു വൈരാഗ്യം ഉണ്ടായിരുന്നു. കൂടാതെ ബിജു കുടുംബത്തിലെ മറ്റ് ചില പ്രശ്നങ്ങൾ ഇടപെടുന്നു എന്നൊരു തോന്നലും ഈ പ്രതിക്കുണ്ടായിരുന്നു. ചെറിയ പ്രശ്നങ്ങളിലേക്ക് പ്രതി പെട്ടെന്ന് പ്രതികരിക്കുക, അത് കായികമായി ആളുകളെ നേരിടുക. കഞ്ചാവ് ഉപയോഗിച്ചതിന് പ്രതിയുടെ കേസുണ്ട്. അയൽവാസികളെ മർദ്ദിച്ചതിന് മറ്റും പരാതികളുണ്ട്. പ്രതിയുടെ സ്വഭാവത്തെ പറ്റിയുള്ളൊരു ഇത്തരം കാര്യങ്ങളുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. മദ്യപിച്ച് ലഹരിമൂത്ത് നടുറോഡിലുണ്ടായ കൊലപാതകവും കോഴിക്കോട് കേട്ടത് ഈ അടുത്താണ്. മാവൂർ റോഡിലെ ബാറിൽ വെച്ച് മദ്യപിച്ച ശേഷം 5000 രൂപയ്ക്കുണ്ടായ തർക്കമാണ് ബാറിന് മുന്നിലെ നടപ്പാതയിലെ കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. മിഠായി തെരുവിൽ കച്ചവടം നടത്തുന്ന ആദിൽ റോഷൻ എന്ന ചെറുപ്പക്കാരനാണ് അന്ന് കൊല്ലപ്പെട്ടിരുന്നത്. പ്രധാന പ്രതിയായ നജീബിന് അന്ന് കൊല നടത്താനുള്ള ആയുധം എത്തിച്ചത് തൻ്റെ പങ്കാളിയായ 28 വയസ്സുകാരി
നൗഷിദ എന്ന ചെറുപ്പക്കാരിയാണ് എന്നതും ഈ കേസിനെ വലിയ രീതിയിൽ വ്യത്യസ്തമാക്കി. 3 പേരാണ് കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്.